എല്ലാവർക്കും ക്യുസീൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മസാല ദോശയ്ക്കകത്ത് വരുന്ന മസാല എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നുള്ള വീഡിയോ ആണ്. ദോശ ഉണ്ടാക്കാൻ ഏകദേശം എല്ലാവർക്കും അറിയാം. ഇതിനകത്തെ മസാല ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. മസാല ദോശ ഉണ്ടാക്കിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, 4-5 പച്ചമുളക്, 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഇത് ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചിയാണ്, 3 മീഡിയം സൈസ് സവോള, കരിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും എണ്ണയും നമ്മളിവിടെ എടുക്കുന്നുണ്ട്, 4 ഉരുളക്കിഴങ്ങ്, ഇത് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഈ പാൻ ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം എണ്ണ ഇവിടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് എടുത്തു വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് ഒരു പിടിയെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ക്യാരറ്റ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം പച്ചമുളക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന സവോളയും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിടക്കണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തും വരണം. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ്സും ഉരുളക്കിഴങ്ങിൻ്റെ ആ സോഫ്റ്റ്നെസ്സും ആയിട്ടൊരു പ്രത്യേക കോമ്പിനേഷനാണ്. ഇനി നമുക്കിവിടെ ഉരുളക്കിഴങ്ങ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് കൂടുതൽ ഉരുളക്കിഴങ്ങാണ്. ഇത് ആവശ്യാനുസരണം ഓരോ ദോശയിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കഴിഞ്ഞാൽ നമുക്കിനി ദോശ ഒഴിക്കാം. നമ്മുടെ മസാല ഏകദേശം റെഡിയായി. മസാല കൂടുതൽ കുഴഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നമ്മൾ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞ് കിട്ടുന്നതാണ്. ആ മസാല കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്യാസിൽ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. നല്ല തിന്നായിട്ട് നമ്മൾ പരത്തിയെടുക്കണം ദോശ. ഇവിടെ ഗീ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. മസാല ദോശയ്ക്ക് സാധാരണ ഗീ ഒഴിച്ച് കൊടുക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആഡ് ചെയ്യും. ഈ മീഡിയം ബ്രൗൺ കളറൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ദോശ ഇവിടെ മടക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡിയായി. മസാല ദോശയുടെ മസാല വീട്ടിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ ബീറ്റ്റൂട്ട് മസാലയും നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇച്ചിരി സാമ്പാറും തേങ്ങാ ചമ്മന്തിയും കൂടി ഒഴിച്ച് മസാല ദോശ കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പം മസാല ദോശയുടെ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുള്ളൂ. ഏതായാലും ഇനി ഇതൊന്ന് ട്രൈ ചെയ്യാം. ആ സാമ്പാറും സാമ്പാറിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കുക. ചൂട് മസാല ദോശയാണ്. നമ്മൾ ഇച്ചിരി ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ കടയിൽ കിട്ടുന്നതിലും ചെറുതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സാമ്പാറും ആ ചമ്മന്തിയും നമുക്ക് കൂട്ടിക്കുഴച്ചിട്ട് ആ മസാലയും ദോശയും കൂടെ പിടിച്ചിട്ട് മസാല ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മസാല ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഏത് കടയിൽ പോയാലും ഒരിക്കലും ആ ടേസ്റ്റ് കിട്ടത്തില്ല. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും വലിയ നന്ദി.